നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കല്യാണം നടക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഇന്നേ വരെ നീ അവളോട് സ്നേഹത്തോടെ 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? എടാ, കൈ കിട്ടിയ അവസരം കളയാതെ അവളെ നന്നായിട്ടൊന്ന് പ്രേമിക്കടാ. നീ ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്ന പെണ്ണല്ലേ മഹിമ. എന്നിട്ട് അവളുമായിട്ട് കല്യാണം ഉറപ്പിക്കുമ്പോ നിനക്കെന്താണോ ഒരു സന്തോഷമില്ലാത്ത? എടാ മഹിമ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത്? പിന്നല്ലാതെ നിനക്കെന്താ ഒരു സംശയം തോന്നാൻ കാരണം? അല്ല, അവൾക്ക് എന്തോ ഒരു വിഷമമുള്ളല്ലോ എനിക്ക് തോന്നുന്നു. പല സിറ്റുവേഷനിലും ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. എടാ, അത് വിവാഹ നിശ്ചയം അടുത്ത് വരുന്നതിന്റെ ആയിരിക്കും. അതുമല്ല, മറ്റവൻ അവൾക്കൊരു ഭീഷണിയാണല്ലോ. ആര്? അബിയോ? അവൻ ആളത്ര വെടിപ്പല്ല. അതെനിക്കും തോന്നിയിട്ടുള്ളതാ. അല്ല, എന്നിട്ടും മഹിമ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പേടിക്കണ്ട, കല്യാണത്തിന് മുമ്പ് അവന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ആദ്യം അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക. നീ ഇപ്പൊ അച്ഛനാകുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? നീ ജയിച്ചെന്ന് കാണിക്കാനായിരിക്കും വീട്ടില് മധുരം കൊണ്ടുവന്നത്. ഈശ്വര, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുമ്പോ ഇത്തിരി മധുരം കൊടുക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനെ ഒരു അർത്ഥം കാണേണ്ട കാര്യമൊന്നുമില്ല. നീ എന്താണ് ഉദ്ദേശിച്ചെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നീ ഇത്രമാത്രം സന്തോഷിക്കേണ്ട കാര്യമൊന്നും അല്ലത്. നീ ശബരിമലയ്ക്ക് പോയപ്പോ അവള് മുകുന്ദന്റെ വീട്ടിലായിരുന്നില്ലേ? അന്ന് ആ വീട്ടില് പലരും കയറി ഇറങ്ങുന്നത് കണ്ടുവന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നിന്റെയാണെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറയാണെങ്കി കുഞ്ഞുണ്ടായി കഴിഞ്ഞാ ഒരു DNA ടെസ്റ്റ് നടത്തിയേക്ക്. ചുമ്മാ ഒരു ഉറപ്പ്. പെണ്ണുങ്ങളെ തല്ലില്ലെന്നേ ഇവൻ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. തോന്നിയ ദിവസം പറഞ്ഞ അതിരി വേണം. എന്താടി? മതി മതി മതി, വെറുതെ റോഡിൽ കിടന്ന് തല്ലുകൊള്ളാതെ വീട്ടിൽ പോവാൻ നോക്കു വച്ചേ. ഇവൻ ഇത് ചെയ്തത് നിനക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ഇതിന് നീ കുറെ അനുഭവിക്കും. ആയിക്കോട്ടെ. ഇപ്പൊ സമാധാനമായല്ലോ. തല്ലിയത് നീയാണെങ്കിലും പക എന്നോടായിരിക്കും. ഞാൻ അടിച്ചില്ലായിരുന്നെങ്കിലേ നീ അടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വെറുതെ നീ അച്ഛനോടത്തെ വാക്ക് തെറ്റിക്കണല്ലോ എന്ന് കരുതിയാ ഞാൻ കയറി അടിച്ചത്. എന്നാലും എന്റെ മുകുന്ദ, നീ ഒരു പെണ്ണിനെ അടിക്കാന്നൊക്കെ പറഞ്ഞ നീ ഒരു മാന്യനാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇനി എന്നെ മേക്കിട്ട് കയറിക്കോ, അതാ വെളുപ്പുണ്ടല്ലോ. ചിരിച്ചോണ്ട് കണ്ട് വണ്ടി എടുക്കണേ. ഓ, ശാലിനി, എന്തിനാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ? എന്തു പറ്റി? നീ എന്തെങ്കിലും തിരക്കിലായിരുന്നോ? അല്ല, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും തോന്നി. ചെറിയൊരു പ്രശ്നമാണെന്ന് തന്നെ കൂട്ടിക്കോ. ഗിരി എന്നെ പബ്ലിക്കായിട്ട് അപമാനിച്ചു, എന്റെ മുഖത്തടിച്ചു. ഗിരിയായിട്ട് നിന്നെ അടിച്ചോ? അവനടിച്ചില്ല, അവന്റെ ആ വാലുണ്ടല്ലോ മുകുന്ദൻ, അവനെ കൊണ്ട് എന്നെ തല്ലിച്ചു. അവന് വെറുതെ വിടരുത് ശാലിനി. നിന്നെ തല്ല മാത്രം അവൻ എവിടുന്ന ഇത്രയും ധൈര്യം കിട്ടിയത്? അവന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, എന്നാലേ അവനൊക്കൊരു പാഠം പഠിക്കുള്ളൂ. അവനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവൻ ഗിരി ഉപയോഗിക്കുന്ന വെറും ഒരു കളിപ്പാവയാ. എനിക്ക് പ്രതികാരം ചെയ്യേണ്ടത് ഗിരിയോടാ.
അവനെ എന്നിൽ നിന്നും തട്ടിയെടുത്ത മഞ്ജുവിനോടാ. എങ്ങനെയെങ്കിലും മഞ്ജുവിനെ തകർക്കണം. അവളുടെ അവസ്ഥ കണ്ട് ഗിരി കരയണം. ഇപ്പൊ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകുന്ന സന്തോഷത്തിലായിരിക്കും നിന്റെ വീട്, അല്ലേ? ഒന്നും പറയണ്ട. അമ്മ പോലും ഇപ്പൊ മഞ്ജുവിന്റെ ഭാഗത്താ നിക്കുന്നെ. മഞ്ജുവിന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ അമ്മ എന്നെ അടിക്ക വരെ ചെയ്തു. നിന്റെ അമ്മയ്ക്ക് ലക്ഷ്യബോധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മഞ്ജു അവരെ എളുപ്പത്തിൽ തകർക്കും. പക്ഷേ നീ അങ്ങനെയല്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ലക്ഷ്യത്തിലെത്തുക എന്നതാ നിന്റെ രീതി. ഇക്കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നവരെ രക്ഷപ്പെടത്തുള്ളൂ. നീ മഞ്ജുവിന്റെ കുഞ്ഞിനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന സഹായത്തിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. എന്ത് സഹായോ ശാലിനി ഉദ്ദേശിക്കുന്നത്? മഞ്ജുവിനെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലണം. മഞ്ജുവിന്റെ ചേതനയറ്റ ശരീരം കണ്ട് ഗിരി പൊട്ടിക്കരയണം. എന്നാലേ എന്റെ പ്രതികാരം പൂർത്തിയാകൂ. എന്താ, നീ അതിനെന്നെ സഹായിക്കില്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ശാലിനി ഉദ്ദേശിക്കുന്നത്? വിഷോ? സാധാരണ വിഷമല്ല. കൃത്യം അളവിൽ അകത്ത് ചെന്നാം ആള് തട്ടിപ്പോവെന്ന് മാത്രമല്ല, ഈ വിഷത്തിന്റെ ഒരംശം പോലും ശരീരത്തിൽ അവശേഷിക്കില്ല. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇതിനെ കണ്ടുപിടിക്കാനും പറ്റില്ല. പക്ഷെ ആള് മരിക്കണമെങ്കിൽ ഇത് മുഴുവനും കഴിക്കണം. ചെറിയ ഡോസ് ആണെങ്കിൽ തലചുറ്റലും ഛർദിയും മാത്രമേ ഉണ്ടാകൂ. നിന്നെ കൊണ്ട് ഇതിന് പറ്റുമോ? മഞ്ജുവിനെ തീർക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ വിഷം ഉപയോഗിച്ച് കൊന്നുകഴിഞ്ഞ ആളുകൾക്ക് എന്നെ സംശയം തോന്നില്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ. ഈ വിഷം പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും കാണില്ല. മഞ്ജുവിന് എന്തോ അസുഖം വന്ന് മരിച്ചുവെന്ന് മാത്രമേ എല്ലാവരും കരുതൂ. ഇനി ആർക്കെങ്കിലും സംശയം തോന്നിയാൽ തന്നെ വീട്ടിലിപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലല്ലോ. അല്ല, അമ്മയാ. ആ, അപ്പൊ എല്ലാരും അമ്മയെ സംശയിക്കും. നീ അപ്പോഴും സേഫ് ആകും. പേരക്കുട്ടി വരുന്നു എന്നറിഞ്ഞതും നിന്നെക്കാളും വലുത് മഞ്ജു ആണെന്ന് തീരുമാനിച്ചതിന് നിന്റെ അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് നല്ലൊരു അവസരമായിരിക്കും. ആ, ഗിരി അമ്മയെ സംശയത്തോടെ നോക്കിക്കഴിഞ്ഞാ അവര് തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് തകരും. എനിക്കും അത് തന്നെ വേണ്ടത്. എന്നതാ? ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ കുപ്പിയിലുള്ളത് മുഴുവൻ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല. ആ, എന്നാ ചെല്ല. ഓൾ ദി ബെസ്റ്റ്. മരമണ്ടി. സാധാരണ ആ വിഷം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന അവളുടെ വിചാരം. മഞ്ജു മരിക്കണം. ആ കേസിൽ സ്വപ്നയും അവളുടെ അമ്മയും പ്രതികളാകണം. നിന്റെ അനിയത്തി തന്നെയാണ് നിന്റെ കുഞ്ഞിനെ കൊന്നതെന്ന് നീ മനസ്സിലാക്കുമ്പോ നീ ആകെ തകർന്നു പോകും ഗിരി. പോലീസ് നിന്റെ അമ്മയും അനിയത്തിയെയും കൊണ്ടുപോകുമ്പോ നീ ഒറ്റയ്ക്കാകും. അപ്പൊ നിന്റെ മുന്നിൽ വന്നു നിന്ന് നിന്റെ വേദന ആസ്വദിച്ച് ഞാൻ ചിരിക്കും. അപ്പോഴാ ഞാൻ ജയിക്കുക.